Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ ദീനി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ ഉൾച്ചേർത്തിരിക്കുന്ന ഹദീസുകളുടെ പൊതുവായൊരു പ്രത്യേകത അവയെല്ലാം ഒന്നൊന്നിനെ വ്യാഖ്യാനിക്കുന്നതും വിശദീകരിക്കുന്നതും പിന്തുണക്കുന്നതുമായിരിക്കും എന്നതാണ്. ഓരോ ഹദീസുകൾ വായിക്കുമ്പോഴും മറ്റു പല ഹദീസുകളും റെഫറലായി കൊണ്ടുവരേണ്ടുന്നതായിട്ടും നമുക്ക് തോന്നും. മാക്സിമം ആവർത്തനങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. എന്നിരിക്കലും പലപ്പോഴും അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് 8ാമത്തെ ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഉമിർതു അൻ ഉഖാതില അന്നാസ് ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വയുഖീമു സ്വലാത്ത് വയൂതു സകാത്ത് ഫഇദാ ഫഅലു ദാലിക് അസമു മിന്നി ദിമാഅഹും വഅംവാലഹും ഇല്ലാ ബിഹഖിൽ ഇസ്ലാം വഹിസാബുഹും അലല്ലാഹി തആല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെയും അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂലോകത്ത് കൊടാനുകോടി ചരാചരങ്ങളുണ്ട്. അവകളെല്ലാം അള്ളാഹുവിന് സ്വമേധയാലോ നിർബന്ധിതാവസ്ഥയിലോ വിധേയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യന് മുന്നിൽ ഓപ്ഷനുകളുണ്ട്. തൻ്റെ സ്വകാര്യതയിൽ അള്ളാഹുവിനുള്ള വിധേയത്വം വേണ്ടെന്ന് വെക്കാനും നിരസിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. പക്ഷെ എന്നിരിക്കലും ഒരു സാമൂഹിക ക്രമം എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ തന്നെയാണ് ഭൂമിയിൽ നടപ്പിലാവേണ്ടത്. ഇത് ഉറപ്പുവരുത്തുക എന്നത് ഓരോ പ്രവാചകന്മാരുടെയും ചുമതലയാണ്. സ്വാഭാവികമായും അവർക്ക് ശേഷം അനുയായികളുടെ ബാധ്യതയുമായിട്ട് അത് മാറും. എന്നിരിക്കലും ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വ്യക്തിഗതമായ തീരുമാനങ്ങൾ എടുക്കാൻ അവസരങ്ങളുണ്ട്. പക്ഷേ ഭൂലോകത്തിൻ്റെ മുഴുവൻ ക്ഷേമൈശ്വര്യങ്ങളും അവർക്ക് അനുഭവിക്കാൻ സാധ്യമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ തന്നെ ഇവിടെ നടപ്പിലാവണം. അതിനു പക്ഷേ ആയുധമേന്തിക്കൊണ്ടുള്ള യുദ്ധങ്ങൾ അനിവാര്യമാണെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥയില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യമാണെന്ന തിരിച്ചറിവ് നിലനിർത്തണം. എന്നിട്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഏറ്റവും അനുഗുണവും അനുയോജ്യവുമായ മാർഗങ്ങൾ ഏതും അവലംബിക്കുകയും വേണം. ഇത്രയേ ഉള്ളൂ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വർത്തമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പദാവലികളും പ്രയോഗരീതികളുമെല്ലാം അതിൻ്റെ സാകല്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതൊരു മഹാസമുദ്രം കണക്കെ പ്രവിശാലമായ ഒന്നാണ്. അതിൽ നിന്ന് ഒന്നോ രണ്ടോ വാചകങ്ങളോ വാക്കുകളോ അടർത്തിയെടുത്താൽ കാര്യങ്ങൾ ആശയക്കുഴപ്പത്തിലാവുകയും സാരവിരുദ്ധമായ ധാരണകൾ രൂപപ്പെടുകയും ചെയ്തെന്ന് വരാം. ഒരിക്കൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ എത്തിച്ചേരാത്തവരെ അവരുടെ വീടടക്കം ചുട്ടുകരിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്ന്. അത് അദ്ദേഹം ഒരിക്കലും ചെയ്തിട്ടില്ല, ആരോടും ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടുമില്ല. പിന്നെ ആ പറഞ്ഞതിനർത്ഥം എന്താണ് നമുക്ക് വിശദീകരിക്കാതെ തന്നെ അറിയാം. ഓരോ സന്ദർഭങ്ങളിലും തൻ്റെ മുന്നിൽ വിഷയീഭവിക്കുന്ന കാര്യങ്ങൾക്ക് മാക്സിമം ഫോക്കസ് നൽകപ്പെടുന്ന, ഊന്നൽ നൽകപ്പെടുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസുകൾ വായിക്കുമ്പോൾ നിരവധിയായ ഉസൂലുകൾ കൂടി കൂടെ നിർത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുവാണ്. ഇരിക്കട്ടെ, ഈ ഹദീസിൽ അദ്ദേഹം പറയുന്നത് ഉമിർതു അൻ ഉഖാതില അന്നാസ്, ജനങ്ങളോട് പോരാട്ടം നടത്താൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ എന്നത് കാഫിറുകളും കുഫാറുകളുമായ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഏതുവരെ ആ പോരാട്ടം നീണ്ടു നിൽക്കണം? ഇനി ശേഷം പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതുവരെ. ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹു ആണ് ഏകനായ ഇലാഹ് എന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ തിരുദൂതനാണെന്നും അംഗീകരിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതുവരെ. വയുഖീമു സ്വലാത്ത്, നിസ്കാരം സംസ്ഥാപിക്കുന്നതുവരെ. വയൂതു സകാത്ത്, സകാത്ത് നടപ്പിലാക്കും വരെ. ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അംഗീകരിച്ച് ഉൾക്കൊള്ളുന്നതുവരെ കുഫാറുകളോട് പോരാട്ടം നടത്താൻ ഞാൻ കൽപ്പിതനാണെന്നാണ് റസൂൽ പറയുന്നത്. ഇത് കേവലം 3 കാര്യങ്ങളല്ലേ എന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല കാര്യം. ഷഹാദത്ത് ഒരാൾ അംഗീകരിച്ചാൽ പിന്നെ സംഭവിക്കുന്നത് അയാളുടെ ജീവിതം അടിമുടി പരിവർത്തിക്കപ്പെടുക എന്നതാണ്. അയാളുടെ ജീവിത കാഴ്ചപ്പാടുകളും ലോകവീക്ഷണങ്ങളും കർമ്മരീതികളും എന്തിനേറെ നിശ്വാസങ്ങൾ പോലും പുതിയൊരു ഭാവത്തിലേക്കും തലത്തിലേക്കും മാറും. സത്യാസത്യങ്ങളുടെയും ധർമാധർമ്മങ്ങളുടെയും ന്യായാന്യായങ്ങളുടെയുമൊക്കെ സങ്കല്പങ്ങളും രീതിശാസ്ത്രങ്ങളും എല്ലാം പുതുതായി അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് നിസ്കാരത്തിൻ്റെയും കാര്യം. വിശുദ്ധ ഖുർആനിൽ അനവധി തവണ ആവർത്തിച്ചിട്ടുള്ള പദമാണ് സ്വലാത്തും സക്കാത്തും. സൂക്ഷ്മജ്ഞാനികളായ ഉലമാക്കളൊക്കെ പറയാറുണ്ട്, നിസ്കാരം എന്നതും സക്കാത്ത് എന്നതും ഓരോ ഇബാദത്തുകളുടെ പേരല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല പലപ്പോഴും ഖുർആൻ ഉപയോഗിക്കുന്നത്. മറിച്ച് രണ്ടും അനേകം ഇബാദാത്തുകളുടെ
സങ്കലനത്തിനും സമുച്ചയത്തിനും പറയുന്ന പ്രതീകാത്മകമായ പ്രയോഗങ്ങളാണെന്നാണ്. അഥവാ നിസ്കാരം എന്നത് അടിമയും ഉടമയും ഇലാഹായ അള്ളാഹുവും അബ്ദായ മനുഷ്യനും തമ്മിലുള്ള സകല ഇടപാടുകളെയും സൂചിപ്പിക്കുന്ന ഒന്നാണത്രേ. അതിൽ നിസ്കാരം എന്ന ആ പെർട്ടിക്കുലർ ഇബാദത്ത് മാത്രമല്ല, അടിമയായ ഒരു വിശ്വാസി തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിക്കേണ്ടുന്ന എല്ലാതരം ഇടപാടുകളെയും എല്ലാതരം ആരാധനകളെയും എല്ലാതരം വിധേയത്വങ്ങളെയും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, സൂക്ഷ്മതയോടുകൂടി പൂർത്തിയാക്കിയിരിക്കണം എന്ന് പറയാനാണ് അടിക്കടി അക്കിമിസ്വല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ നിസ്കാരം മാത്രം പെർഫെക്റ്റ് ആക്കാനല്ല. അതുപോലെ സക്കാത്തിന്റെ കാര്യം, അത് അടിമയും അഥവാ മനുഷ്യനും തമ്മിലുള്ള സകലമായ ഇടപാടുകളും സുതാര്യവും കൃത്യതയുള്ളതുമാക്കി തീർക്കാനാണ് പറയുന്നത്. അതിലേറ്റവും മുഖ്യമായത് സാമ്പത്തിക വിഷയങ്ങൾ തന്നെയാണ്. എന്നിരിക്കലും എല്ലാതരം ബന്ധങ്ങളും ഇടപാടുകളും വ്യവഹാരങ്ങളുമെല്ലാം കുറ്റമറ്റതാക്കി തീർക്കണം, ആക്ഷേപരഹിതമാക്കി തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈതാഉ സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കൂ എന്തെല്ലാം കാര്യങ്ങൾ ഈ 3 വാചകങ്ങളിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന്. ഇവകളെല്ലാം പൂർത്തിയാക്കാനുള്ള ശ്രമം ആത്മാർത്ഥമായി നടത്തിയിരിക്കണം. ഇനി അതല്ലെങ്കിൽ അക്കാര്യം റസൂലിന്റെ മുന്നിൽ പ്രസ്താവനയിലൂടെ ഒരു എഗ്രിമെന്റായി മാറുകയെങ്കിലും വേണം. ഇപ്പൊ സക്കാത്തിന്റെ കാര്യം വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുറെ ആളുകൾ അത് ഞങ്ങൾ നൽകാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം പറയുന്നത് വല്ലാഹ് ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാത്ത്, നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും കാര്യത്തിൽ വേർതിരിവുണ്ടാക്കുന്നവനോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഫഇന സക്കാത്ത് ഹഖുൽ മാൽ, അത് സമ്പത്തിന്റെ അവകാശമാണ്. വല്ലാഹ് ലൗ മനഊനി ഖാലൻ കാനു യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്ന ഏതെങ്കിലും മൃഗത്തിന്റെ മൂക്ക് കയറെങ്കിലും എനിക്ക് നിഷേധിച്ചാൽ ലഖാതൽതുഹും അലാ മൻഇഹി, ആ നിഷേധത്തിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. നോക്കൂ, ദുരഭിമാനത്തിന്റെ പുറത്തുണ്ടായ തീരുമാനമല്ലത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, അത് പിടിച്ചെടുക്കാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവകളെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇബാദത്തുകളായി കണ്ടാൽ തന്നെയും അതിന്റെ പ്രാധാന്യം ഏറെ ഗൗരവതരമാണ്. ഇനി അതിനപ്പുറം വളരെ വിശാലമായ ഒരു വീക്ഷണത്തിലൂടെ നോക്കിക്കണ്ടാൽ അത് ഇസ്ലാമിന്റെ മുഴുവൻ മൗലികതയെയും ഉൾക്കൊള്ളുന്നവയുമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഫൈദ ഫഅലു ദാലിക്, ഇക്കാര്യങ്ങളെല്ലാം അവർ ചെയ്യാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ അതൊരു എഗ്രിമെന്റ് ആക്കാനെങ്കിലും തയ്യാറായാൽ, അസമു മിന്നി ദിമാഅഹും വ അംവാലഹും, അവരുടെ ജീവനും സമ്പത്തും സുരക്ഷിതമായിരിക്കും. പിന്നീട് അവർ അത്തരം കാര്യത്തിൽ ആശങ്കാകുലരാകേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അവരെ സംരക്ഷിക്കുക എന്നത് റസൂലിന്റെയും അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റിന്റെ തന്നെയും ചുമതലയായി അവർ ഏറ്റെടുക്കും. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, അതേസമയം ഇസ്ലാമിക ബാധ്യതയായി വരുന്ന മറ്റിനങ്ങളൊക്കെ ഉണ്ടാകും. അതതിന്റെ മുറ പോലെ നടക്കുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, സക്കാത്ത് കൊടുത്തു, ഇനി എന്നിൽ നിന്നൊരു 5 പൈസ പ്രതീക്ഷിക്കേണ്ട എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. കാര്യം ഓരോ സന്ദർഭത്തിലും ഗവൺമെന്റുകൾക്ക് വിവിധങ്ങളായ ടാക്സസ് നടപ്പിലാക്കാം. അത് കൊടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ടാകും. പല വീഴ്ചകളുടെയും പേരിൽ കഫാറത്തുകളും ഫിദിയകളും നൽകേണ്ടി വരും. ചിലപ്പോൾ ദിയത്ത്, ബ്ലഡ് മണി, അല്ലേ, ഒരാളെ കൊന്നുപോയാൽ അതിന്റെ കോമ്പൻസേഷൻ ആയിട്ടുള്ള സാമ്പത്തിക ചെലവ് നടത്തേണ്ടി വരും. ഇതെല്ലാം വേറൊരു വഴിക്ക് നടക്കുന്നതാണ്. ജീവന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവർ സുരക്ഷിതരായിരിക്കും. പക്ഷേ വേറൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഖിസാസ് നടന്നു വരും. തത്തുല്യമായ രീതിയിൽ അവർ വധിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എന്ത് അപകടമാണ് ഉണ്ടാക്കിയത് അത് ഇവർക്കും സംഭവിക്കുകയോ ചെയ്തേക്കാം. അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങൾക്ക് ഹദ്ദുകളും ജിനായാത്തുകളും നടപ്പിലാക്കപ്പെട്ടേക്കാം. അതെല്ലാം നേരത്തെ പറഞ്ഞതിൽ കവർ ചെയ്യപ്പെടുന്നില്ല. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയും നടപടികളുമെല്ലാം അതിന്റെ മുറ പോലെ നടക്കും. അതൊന്നും ഇല്ലാത്ത പക്ഷം ഇവർ സുരക്ഷിതരായിരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. വഹിസാബുഹും അലല്ലാഹി തആല, എന്നാൽ ഇവരുടെ വിചാരണ, ഇവരുടെ കണക്കെടുപ്പ് അത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. നേരത്തെ പറഞ്ഞ അഗ്രിമെന്റ് ആത്മാർത്ഥമാണോ അതോ വഞ്ചനാത്മകമായിരുന്നോ എന്നുള്ളതൊന്നും റസൂൽ ചൂഴ്ന്നു നോക്കുന്ന ഏർപ്പാടില്ല. അവരുടെ പരസ്യ പ്രസ്താവനയും പ്രഖ്യാപനത്തെയും മുഖവിലക്കെടുക്കുക എന്നതാണ് റസൂലിന്റെ അഥവാ ഇസ്ലാമിക നേതൃത്വങ്ങളുടെ ഗവൺമെന്റുകളുടെ രീതി എന്നത്. ഇരിക്കട്ടെ, ഇതിനോട് സമാനമായ ഹദീസുകൾ തന്നെ ഒരുപക്ഷെ ഇനിയും ധാരാളം കടന്നു വന്നേക്കാം ഈ സീരീസിൽ തന്നെ. അടുത്ത ഹദീസ് നാളെ പരിശോധിക്കാം. അതുവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.